നിങ്ങൾക്ക് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഡ്രീം ഉണ്ടോ? ക്യാപ്റ്റൻ അല്ലെങ്കിൽ മെറൈൻ എഞ്ചിനീയർ ഇതിൽ എന്തെങ്കിലും ഒന്നാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതാണ് IMU-CT എക്സാം. എന്നാൽ പലരുടെയും ക്വസ്റ്റ്യൻ ഇതാണ്, IMU-CTയുടെ എലിജിബിലിറ്റി എന്താണ്, എത്രയാണ് കട്ട് ഓഫ് വരുന്നത് എന്നൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ IMU-CT എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. ഈ വർഷത്തെ IMU-CT എക്സാമിനുള്ള ആപ്ലിക്കേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി 6-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 24 ഏപ്രിൽ 2026 വരെയാണ് വരുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 24 മെയ് 2026 ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് എക്സാം അപ്ലൈ ചെയ്യണേ. നമുക്ക് ആദ്യം എന്താണ് IMU-CT എക്സാം നോക്കാം. ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്, ഇതാണ് IMU-CTയുടെ ഫുൾ ഫോം വരുന്നത്. ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ടെസ്റ്റ് നടക്കുന്നത്. ഈ ഒരു എക്സാം എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, കുറച്ച് കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ, അതായത് DNS, BSc നോട്ടിക്കൽ സയൻസ്, BTech മെറൈൻ എഞ്ചിനീയറിംഗ്, ഇത്തരം കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് അതിലെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. ഈ ഒരു എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്? നിങ്ങളിപ്പോൾ DNS കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഈ IMU-CT എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ +2 PCM എടുത്ത് പഠിച്ച ഒരാളായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതിൽ നിങ്ങൾക്ക് മിനിമം ഒരു 60% മാർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഇംഗ്ലീഷിൽ മിനിമം 50% മാർക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 25 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, മെറൈൻ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി വരുന്നത് PCM ആയിരിക്കണം +2 വേണ്ടുന്നത്. അതിൽ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ DG ഷിപ്പിംഗിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം. 2026 എക്സ്പെക്ടഡ് സ്ട്രക്ചർ പ്രകാരം എക്സാം പാറ്റേൺസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓൺലൈനായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 3 hours ആണ് എക്സാം വരുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണ്. മോസ്റ്റ്ലി MCQ തന്നെയാണ് ഉണ്ടാവുന്നത്. സബ്ജക്ട്സ് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് NCERT കോൺസെപ്റ്റ്സ് കൂടുതൽ സ്ട്രോങ് ആക്കുക. അടുത്തതായിട്ട് മാർക്കിങ്ങിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് 1 മാർക്ക് വീതം ലഭിക്കും. അതുപോലെ ഓരോ തെറ്റായിട്ടുള്ള ആൻസറിനും 0.25 മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഗസ്സിങ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് ആൻസർ ഇത് ഷുവർ ആണെന്നുള്ളത് മാത്രം മാർക്ക് ചെയ്യുക. ഇല്ല, നിങ്ങൾ ഗസ്സൊക്കെ ചെയ്തിട്ട് ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കിട്ടിയ ആൻസറിൽ മാർക്കിൽ നിന്നും നിങ്ങൾക്ക് 0.25 മാർക്ക് അവിടെ ഡിഡക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കട്ട് ഓഫ്. എന്താണ് കട്ട് ഓഫിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇവിടെയാണ് അധിക കുട്ടികളും കൂടുതലായിട്ടും കൺഫ്യൂസ് ആവുന്നത്. ഈ ഒരു കട്ട് ഓഫ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എത്ര കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എക്സാമിന്റെ ഡിഫിക്കൽറ്റി, അതിന്റെ കാറ്റഗറി ഒക്കെ നോക്കിയിട്ടാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. റിസർവ്ഡ് കാറ്റഗറീസിന് അത് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് കുറവായിരിക്കും. സോ എക്സാം അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന എല്ലാ കുട്ടികളും നല്ല റാങ്കോട് കൂടി തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കോഴ്സ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാനും സാധിക്കട്ടെ. സോ ഇന്നത്തെ വീഡിയോ IMU-CT എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മെർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടി കണ്ടിട്ട് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് IMU-CT എക്സാമിനെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ലാണ്ടെങ്കിൽ ഞാൻ എൻ്റെ Instagram ID മെൻഷൻ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.